മറ്റൊന്ന് ഈ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂരിലെ പാർട്ടിയിൽ ഈ മട്ടിലൊരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്നുള്ളതൊരു പരിഗണനാ വിഷയമായി അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമായി കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം. കാരണം അതിനപ്പുറത്ത് മറ്റൊരു തരത്തിൽ തന്നെയാണ് ഒരു സ്ത്രീയെ പരിഗണിക്കുമ്പോൾ ആ മട്ടിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ പരിഗണിക്കപ്പെടുമ്പോൾ അവിടെ അതിനേക്കാൾ മികച്ച ഒരാളില്ല എന്ന് ഉറപ്പാക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ കൂടി ഉറപ്പാക്കിയിട്ടാണോ ആ തീരുമാനത്തിലേക്ക് എത്തിയത്? തീർച്ചയായും. തളിപ്പറമ്പ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ എടുത്താൽ ആ തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഖാവാണ് ശ്യാമള. അതിൻ്റെ ഭാഗമായി അവരുടെ കാര്യം ആലോചിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്ന പ്രത്യേകത വെച്ചുകൊണ്ടല്ല. അവർ താഴെ തലത്തിൽ കല്യാണത്തിന് മുൻപ് തന്നെ DYFI പ്രവർത്തകയായിട്ട് തുടങ്ങിയതാണ്. ഒരു ഘട്ടത്തിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ടില്ല. വിവിധ തലങ്ങളിൽ അവർ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലും അവിടെയുള്ള പൊതു അംഗീകാരമുള്ള വനിതയാണ്. ഒരു വനിതാ സഖാവ് ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ മത്സരിക്കട്ടെ എന്ന് കണക്കാക്കി അവിടെ തന്നെയുള്ള സഖാവ് എന്ന നിലക്കാണ് ശ്യാമള ടീച്ചറെ നിശ്ചയിക്കുന്നത്. പക്ഷേ പി കെ എന്ന് പറയുന്നത് അവിടെ വേറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവരെ ആരെയും പരിഗണിച്ചില്ല എന്നാണ്. അത് അങ്ങനൊരു കാര്യം അല്ല. ഇവർ ആ മണ്ഡലത്തിലെ സ്ത്രീ എന്ന നിലക്കെടുത്താൽ ഇവരെയാണ് ആദ്യമായിട്ട് പരിഗണിക്കുന്നത്. അതാണ് പരിഗണിക്കുന്നത്.